ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് വീണ്ടും സ്വാഗതം. മെഡിക്കൽ രംഗത്തെ നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ചാനലാണ് ഹെൽത്ത് റിസർച്ച് സ്കോളർ. ഇത്തവണ സിന്തറ്റിക് മോളിക്യൂൾസ്, പുതിയതായി നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന തന്മാത്രകൾ എന്നതാണ് വിഷയം. എന്തിനാണ് നമ്മൾ പുതിയ തന്മാത്രകൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ, മെഡിക്കൽ രംഗത്ത് മിക്കവാറും അതിന് എന്തെങ്കിലും ചികിത്സാ സംബന്ധിച്ച ഉപയോഗമുള്ള തന്മാത്രകളാണ് നമ്മൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. നിർമ്മിത തന്മാത്രകൾ എന്ന് അതിനെ പറയാം, അല്ലെങ്കിൽ കൃത്രിമ തന്മാത്രകൾ. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന തന്മാത്രകളിൽ നിന്ന് വ്യത്യസ്തമായ തന്മാത്രകളെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഇവയ്ക്ക് പൊതുവെ പറയുന്ന ഒരു പേരാണ് നവബയോളജി, ന്യൂ ബയോളജി എന്ന് പറയുന്ന ഒരു ശാഖ, പുതിയ സിന്തറ്റിക് ബയോളജി എന്ന് തന്നെ പറയുന്ന ഒരു ശാഖ. ഇതുവരെ ഇല്ലാത്ത ജീവനുമായിട്ട് ബന്ധപ്പെട്ട ജീവരൂപങ്ങൾ, ജൈവരൂപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അതാണ് നവബയോളജി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് മനുഷ്യന് പുതിയ തന്മാത്രകൾ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളത് പലപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് പുതിയ തന്മാത്രകളെ സൃഷ്ടിക്കുന്നത്, അതായത് അതിൻ്റെ ഡിസൈൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള തന്മാത്ര എങ്ങനെ ഇരിക്കണം എന്നൊരു സങ്കല്പം ആദ്യം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ ഉള്ള തന്മാത്രകളും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയണം, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് അതിനെ നമ്മളൊരു ഡിസൈൻ ചെയ്ത്, നമ്മളൊരു പുതിയ വീടോ എന്തെങ്കിലും നിർമ്മിക്കുന്ന കാറോ ഒക്കെ ഡിസൈൻ പ്ലാൻ ചെയ്യുന്നത് പോലെ ഈ തന്മാത്ര ഇന്ന രീതിയിലായിരിക്കണം എന്ന് സങ്കല്പിച്ചിട്ട് അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പലപ്പോഴും അത് ഫലപ്രദമാകുമ്പോഴാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അത് മരുന്നുകൾ ഉണ്ടാക്കാനാണ് അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. പുതിയ മരുന്നുകൾ, ഇപ്പോൾ പല മരുന്നുകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനുഷ്യനറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പിൽ ചെറിയ വ്യത്യാസം വരുത്തിയാൽ അതിന് വേറെ ചില ഗുണങ്ങളുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ പരീക്ഷിച്ച് നോക്കി കണ്ടുപിടിച്ചെടുക്കുന്നതാണ് ഈ നവ തന്മാത്രകൾ. അത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്നതുകൊണ്ട് അതിന് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ ഒരു പേരുണ്ട്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, പല മരുന്നുകൾ, ഇപ്പോൾ നമ്മൾ സാധാരണമായിട്ട് പല ഔഷധ ഗുണമുണ്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ് മഞ്ഞൾ. പക്ഷേ അത് വെള്ളത്തിൽ അലിയുന്ന സാധനമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു വലിയ ശതമാനം വെള്ളമാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് വെള്ളത്തിൽ ലയിക്കാത്തത് കൊണ്ട് അത് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നില്ല. എത്ര ഔഷധ ഗുണമുണ്ടെന്ന് പറഞ്ഞാലും അത് ഉപരിപ്ലവമായിട്ട് ഉപരിതലത്തിൽ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ശരീരകോശങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അതിനെ നമുക്ക് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു സാധനമാക്കി മാറ്റണം. അതെങ്ങനെയാണ് വെള്ളത്തിൽ ലയിക്കുന്നതും അല്ലാത്തതുമായ തന്മാത്രകൾ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ പഠിച്ചിട്ട് അതിനെ മാറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ ആയിരിക്കണം ഈ തന്മാത്ര എന്ന് നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റും. അതാണ് ഈ നവ തന്മാത്രകൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നേരത്തെ വേറൊരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ട ആൽഫ ഫോൾഡ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ഇരിക്കണം എന്ന്, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടർ എയ്ഡഡ് ആയിട്ടുള്ള പുതിയ സങ്കേതം, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്ന സങ്കേതം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിലെന്ത് വ്യത്യാസം വരുത്തണമെന്ന് നമുക്ക് ആലോചിക്കുകയും അത് എങ്ങനെ വ്യത്യാസം വരുത്താൻ സാധിക്കുമെന്ന് ഈ നവബയോളജിയുടെ തലത്തിൽ ആലോചിച്ച് അതിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് വളരെ ശക്തിയേറിയ ഒരു ചികിത്സാ ടൂൾ ഉണ്ടാകുന്നു. ഇത് പരീക്ഷണഘട്ടത്തിലായിട്ടേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ തന്നെ പല ശ്രമങ്ങളും ഈ വഴിക്ക് നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ മെഡിക്കൽ രംഗം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മൈക്രോബിയൽ റെസിസ്റ്റൻസ്, അതായത് ഈ സൂക്ഷ്മാണുക്കൾ നമ്മുടെ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൂക്ഷ്മാണുക്കളുടെ പ്രതിരോധത്തിന് അപ്പുറമുള്ള ആൻറ്റിബയോട്ടിക്കുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നത് ഈ നവബയോളജി ഉപയോഗിച്ച് നമുക്ക് ചിന്തിക്കാനും അത് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത പുതിയ മരുന്നുകൾ ഉണ്ടാക്കാനും സാധിക്കും. ഇപ്പോൾ ഓൾറെഡി അങ്ങനത്തെ 1-2 ബയോട്ടിക്കുകൾ ഉപയോഗത്തിനായിട്ട് ലൈസൻസ് ചെയ്ത് കഴിഞ്ഞു. അത് വലിയൊരു കാൽവെപ്പാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ 2024 ഇതേ കണ്ടുപിടുത്തത്തിന് ഈ നവബയോളജിയിൽ പുതിയ മോളിക്യൂളുകൾ, സിന്തറ്റിക് ബയോളജി ഉപയോഗിച്ച് സിന്തറ്റിക് മോളിക്യൂൾസ് ഉണ്ടാക്കുന്ന സങ്കേതത്തിന്
2024 കെമിസ്ട്രി നോബൽ പ്രൈസ് ഷെയർ ചെയ്തിട്ടുള്ളത്. പകുതിയും ആൽഫാഫോൾഡിനും ഈ സിന്തറ്റിക് ബയോളജിക്കും രണ്ടിനും കൂടി ചേർന്നാണ് ഈ ആൽഫ 24 നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ഡേവിഡ് ബേക്കർ എന്ന ശാസ്ത്രജ്ഞനാണ് ഇതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിനാണ് ഈ നോബൽ പ്രൈസ് കിട്ടിയത്. ഈ രണ്ടാശയങ്ങളും ചേർന്ന് പോകുമ്പോൾ നമുക്ക് ഭാവിയിൽ വളരെ ശക്തമായ പല മരുന്നുകളും പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, സയൻസിൽ ഇപ്പോൾ കെമിസ്ട്രി ഇവരെല്ലാം തന്നെ ബയോളജിയിൽ അല്ലെങ്കിൽ മെഡിസിനിൽ ജോലി ചെയ്യുന്നവരല്ല. പക്ഷേ സയൻസിൽ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ശാഖകൾ തമ്മിലുള്ള അതിർവരമ്പുകളൊക്കെ ആധുനിക ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ഇത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്.